നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ മതിച്ചു പുളച്ചവരൊക്കെ ഇന്നിപ്പോൾ താഴോട്ടിറങ്ങി വന്ന് സമ്മാനം മേടിക്കുകയാണ്. അധികാരത്തിന്റെ മേലങ്കി എല്ലാ കാലത്തും തങ്ങൾക്കുണ്ടാകും എന്നാണ് ചിലരൊക്കെ കണക്കുകൂട്ടിയത്. ആ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ച് കയ്യിൽ കൊടുത്തത് ഇവിടുത്തെ ജനങ്ങളാണ്. ധാർഷ്ട്യവും കൊണ്ട് വന്നു കഴിഞ്ഞാൽ മൂലയ്ക്ക് ഇരുത്തും എന്ന് ജനങ്ങൾ കൃത്യമായ മറുപടി കൊടുത്തു. ഇന്നിപ്പോൾ ചിലരുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിതാപകരമാണ്. എല്ലാം എനിക്ക് കാൽ ചുവട്ടിലാണ് എന്ന് കരുതുന്ന ചിലരൊക്കെ ഉണ്ടല്ലോ. എല്ലാവരെയും എൻ്റെ കാൽ ചുവട്ടിലിട്ട് ചവിട്ടി മെതിക്കാം എന്ന് കരുതുന്നവരുമുണ്ടല്ലോ. എന്നാൽ അവർക്കൊക്കെ ഇന്നിപ്പോൾ മറ്റു പലരുടെയും കാൽ ചുവട്ടിൽ കിടന്ന് നരകിക്കുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഗണേഷ് കുമാറിന്റെ കാര്യമാണ്. ഗണേഷ് കുമാർ പത്തനാപുരം തന്റെ കൈവെള്ളയിലാണ് എന്നായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ പത്തനാപുരവും പോയി അതിന്റെ കൂട്ടത്തിൽ അങ്ങ് പെരുന്നയിലെ പോപ്പ് ചവിട്ടി പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നെ ചെറയാൻ വരുന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട് പെരുന്ന പോപ്പ് ചവിട്ടി പുറത്താക്കിയിട്ട് വേണമെങ്കിൽ വാതിലിന് പുറത്തു നിന്നോളൂ എന്ന് കൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അടപടലം വലിയ നാണക്കേടിലേക്കാണ് ഗണേഷ് കുമാർ വീണിരിക്കുന്നത്. ഇതാണ് പറയുന്നത്, കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല. ചിലരുടെയൊക്കെ കണ്ണീര് വീഴ്ത്തി തന്നെയാണ് ഗണേഷ് കുമാർ വലിയ പദവികളിലേക്കൊക്കെ ചാടി കയറിയത്. തന്നെ സഹായിച്ചവരെ ഒക്കെ മറന്നുകൊണ്ട് അവരെ എല്ലാവരെയും ചവിട്ടി മെതിച്ച് മുകളിലേക്ക് കയറി വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത് ഉമ്മൻചാണ്ടിയുടെ കാര്യം തന്നെയാണ്. ഒപ്പം നിന്ന ആ മനുഷ്യനെ ചവിട്ടി മെതിച്ചിട്ട് ആ മനുഷ്യനെ കള്ളക്കേസിൽ വരെ കുടുക്കിയിട്ടായിരുന്നു ഗണേഷ് കുമാർ ഇടതിലോട്ട് ചാടിയതും അവിടെ നിന്ന് MLA ആയതും മന്ത്രിയായതും ഒക്കെ. എന്നാൽ എല്ലാ അധികാര കസേരകൾക്കും അധികം ആയുസൊന്നും ഉണ്ടാകില്ല. ഗണേഷ് കുമാറിന് നേരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സുകുമാരൻ നായർ ചവിട്ടി പുറത്താക്കുകയും ചെയ്തതോടുകൂടി വല്ലാത്ത ക്ഷീണത്തിലേക്കാണ് ഇപ്പോൾ ഗണേഷ് കുമാർ വന്ന് വീണിരിക്കുന്നത്. മന്ത്രി കസേരയുമില്ല, MLA കസേരയുമില്ല. ആകെ ഉണ്ടായിരുന്ന പെരുന്നയിലെ ഒരു കസേരയായിരുന്നു. ആ കസേരയും പോയി കിട്ടി. ഇനിയിപ്പോൾ പട്ടിയുടെ വില പോലും ഉണ്ടാകില്ല എന്ന് ഗണേഷ് കുമാറിന് നന്നായിട്ടറിയാം. നായർ സർവീസ് സൊസൈറ്റിയിൽ ജനറൽ സെക്രട്ടറിയെ തള്ളിപ്പറയാൻ ആർക്കും കഴിയില്ലെന്നും അങ്ങനെ ചെയ്യാൻ തുനിഞ്ഞാൽ അവന്റെ അഡ്രസ് പോലും കാണില്ല എന്നുള്ള കടുത്ത മുന്നറിയിപ്പുമായിട്ടാണ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കളത്തിൽ നിറഞ്ഞിരിക്കുന്നത്. ഗണേഷ് കുമാറിനെ NSS ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് സംഘടനയ്ക്കുള്ളിലെ അപ്രമാദിത്വം വ്യക്തമാക്കുന്ന സുകുമാരൻ നായരുടെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. അതായത് പെരുന്നയിൽ ഞാൻ തന്നെയാണ് വലിയവൻ എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഗണേഷ് കുമാറൊക്കെ എനിക്ക് താഴെയേ വരികയുള്ളൂ എന്നാണ് സുകുമാരൻ നായർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഒരു കാര്യം ഓർക്കണം, ഗണേഷ് കുമാർ ഈഗോയുടെ അങ്ങേ അറ്റമാണ്. എന്നാൽ ഈ ഈഗോ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുകുമാരൻ നായരാണെന്ന് പറയേണ്ടി വരും. അതുപോലത്തെ ഒരു ഐറ്റമാണ് സുകുമാരൻ നായർ. തനിക്കൊരു വില ആരും തരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, തന്നെ ഒതുക്കാൻ നോക്കുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ, തനിക്കെതിരെ ആരെങ്കിലും ഒന്ന് ചെറയാൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡബിൾ ആയിട്ട് തിരിച്ചു കൊടുക്കുന്ന ആളാണ് സുകുമാരൻ നായർ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുകുമാരൻ നായർ കാലിന്റെ ചുവട്ടിലിട്ട് ചവിട്ടി മെതിക്കുകയാണ് ഗണേഷ് കുമാറിനെ. ഗണേഷിനെ ഔദ്യോഗികമായി പുറത്താക്കുകയായിരുന്നില്ലെന്നും കാലാവധി കഴിഞ്ഞപ്പോൾ അംഗത്വം പുതുക്കി നൽകാതിരിക്കുകയായിരുന്നു എന്നുമാണ് പെരുന്നയിലെ നേതൃത്വത്തിന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. NSSൽ ജനാധിപത്യമില്ലെന്ന് ആരെങ്കിലും പറയുമോ എന്ന ചോദ്യത്തോടെയാണ് സുകുമാരൻ നായർ വിമർശകരുടെ വായടപ്പിച്ചത്. ജനറൽ സെക്രട്ടറിയെ അങ്ങനെ ആർക്കും തള്ളിപ്പറയാൻ പറ്റില്ലെന്നും അതിനുവേണ്ടിയാണ് താൻ ജീവിക്കുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മാറ്റേണ്ടവരെ കൃത്യമായ സമയത്ത് മാറ്റുക തന്നെ ചെയ്യുമെന്നും ഇതിൽ മുൻ മന്ത്രിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിയമപരമായി വഴി തേടാമെന്നും കേസ് കൊടുക്കാമെന്നും സുകുമാരൻ നായർ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഈ കടുത്ത നിലപാടോടെ ഗണേഷ് കുമാറിനെ പൂർണ്ണമായും പെരുന്നയ്ക്ക് പുറത്തു നിർത്തുകയാണ് NSS നേതൃത്വം ചെയ്തിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സമുദായ സംഘടനയുടെ തലപ്പത്തു നിന്നും അകറ്റപ്പെടുന്നത് ഗണേഷിന് ഇരട്ട പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. NSS ഡയറക്ടർ ബോർഡിലെ 9 അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്തിടെ അവസാനിച്ചിരുന്നത്. ഇതിൽ ഗണേഷ് കുമാറിനൊഴികെ ബാക്കി 8 പേർക്കും ഡയറക്ടർ ബോർഡ് അംഗത്വം കൃത്യമായി പുതുക്കി നൽകാൻ പെരുന്ന നേതൃത്വം തയ്യാറായി. എന്നാൽ മുൻ മന്ത്രിയുടെ പേര് മാത്രം വെട്ടിമാറ്റപ്പെടുകയായിരുന്നു. ഗണേഷ് കുമാറിന് പകരം BRK ബാബുവിനെയാണ് പുതിയ ഡയറക്ടർ ബോർഡ് അംഗമായി സൊസൈറ്റി തെരഞ്ഞെടുത്തത്. നേരത്തെ പത്തനാപുരം NSS താലൂക്ക് യൂണിയനിൽ നിന്നും ഗണേഷ് കുമാർ പുറത്തായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് സംഘടനയുടെ ഏറ്റവും ഉയർന്ന
നയരൂപീകരണ സമിതിയായ ഡയറക്ടർ ബോർഡിൽ നിന്നും ഇപ്പോൾ ഗണേഷിന് അംഗത്വം നഷ്ടമായിരിക്കുന്നത്. ഇതോടെ NSSന്റെ ഔദ്യോഗിക ചട്ടക്കൂടുകളിൽ നിന്ന് ഗണേഷ് കുമാർ പൂർണ്ണമായും നിഷ്കാസിതനായിരിക്കുകയാണ്. പത്തനാപുരം താലൂക്ക് യൂണിയനുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങളാണ് ഗണേഷ് കുമാറിന് NSSൽ വലിയ തിരിച്ചടിയായത്. താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള പത്മ കഫയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഗണേഷിനെതിരെ ഉയർന്നിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് താലൂക്ക് യൂണിയനിലെ പകുതിയിലധികം അംഗങ്ങൾ ഒന്നിച്ച് രാജിവെക്കുകയുണ്ടായി. ഭരണസ്തംഭനവും ആഭ്യന്തര കലഹവും രൂക്ഷമായതോടെ പത്തനാപുരം യൂണിയൻ തന്നെ പെരുന്ന ഔദ്യോഗികമായി പിരിച്ചുവിടുകയായിരുന്നു. സ്വന്തം തട്ടകത്തിലെ യൂണിയൻ കൈവിട്ടതോടെ തന്നെ ഗണേഷ് കുമാറിന്റെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്ത് നിന്നും ഇളക്കം തട്ടിയിരുന്നു. മണ്ഡലത്തിലെ വോട്ടർമാർ കൈവിട്ടതിന് പിന്നാലെ സ്വന്തം സമുദായ സംഘടനയും പടിയിറക്കി വിട്ടതോടെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇപ്പോൾ മുൻ MLA നേരിടുന്നത്. സംഘടനയ്ക്കുള്ളിലെ അച്ചടക്ക ലംഘനം വെച്ചുപൊറുപ്പിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ സുകുമാരൻ നായർ നൽകിയത്. അഴിമതി ആരോപണങ്ങൾക്ക് പുറമെ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി ഗണേഷ് കുമാർ ദീർഘകാലമായി പുലർത്തിയിരുന്ന കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും ഈ പുറത്താക്കലിന് ആക്കം കൂട്ടി. NSS നേതൃത്വത്തിന്റെ നിലപാടുകൾക്കെതിരെ ഗണേഷ് കുമാർ അടുത്തിടെ പൊതുവേദികളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും പരസ്യ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. സംഘടനയുടെ ആഭ്യന്തര കാര്യങ്ങൾ ജനമധ്യത്തിൽ ചർച്ചയാക്കിയത് പെരുന്ന നേതൃത്വത്തെ വല്ലാതെ ചൊടിപ്പിച്ചു. വരും നാളുകളിൽ NSSന്റെ രാഷ്ട്രീയ സാമൂഹിക ഇടപെടലുകളിൽ ഗണേഷ് കുമാറിന് യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കുന്നതാണ് പുതിയ നടപടികൾ. സുകുമാരൻ നായരുടെ കർശന നിലപാടുകൾക്ക് മുന്നിൽ ഗണേഷിന്റെ മുൻ മന്ത്രി എന്ന പദവിക്കോ പഴയ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്കോ പെരുന്നയിൽ വിലപ്പോയില്ല എന്നാണ് ഈ മാറ്റം വ്യക്തമാക്കുന്നത്. സമുദായ സംഘടനയ്ക്കുള്ളിൽ പുകയുന്ന ഈ പുതിയ കനലുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും പുതിയ സർക്കാരിനോട് അടുത്ത് നിൽക്കാനാണ് പെരുന്ന പോപ്പ് തയ്യാറായിരിക്കുന്നത്. VD സതീശനുമായിട്ട് അത്ര വലിയ ഒരു അടുപ്പമൊന്നും ഇല്ലെങ്കിലും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ് പെരുന്ന പോപ്പ് സുകുമാരൻ നായർ. മാത്രമല്ല, പുതിയ സർക്കാരിന് കണ്ടുകൂടാത്ത ഇടതിലെ ഒരാൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഘടകകക്ഷികളിൽ ഉൾപ്പെട്ട ഗണേഷ് കുമാർ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കുന്നതിന് മുന്നിൽ നിന്ന് കളിച്ചത് ഗണേഷ് കുമാർ ആണ് എന്നുള്ളത് കൃത്യമായി വ്യക്തമായ സാഹചര്യത്തിൽ പൂർണ്ണമായും UDF ഗണേഷ് കുമാറിനെ അകറ്റി നിർത്തുകയാണ്. UDFിലേക്കൊന്ന് ചാടാൻ ഗണേഷും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ഒരു വഴി ഒരുങ്ങിക്കിട്ടില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആ പാർട്ടിയിൽ നിന്ന് ഗണേഷ് കുമാർ ഔട്ടായിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഗണേഷിനെ ഇനി താങ്ങുന്നത് നല്ലതിനല്ല എന്ന് പെരുന്ന പോപ്പിനും അറിയാം. അതുകൊണ്ട് തന്നെ പെരുന്ന പോപ്പ് ഇപ്പോൾ ഗണേഷ് കുമാറിനെ പൂർണ്ണമായും ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ്. ഇങ്ങനെ പൂർണ്ണമായും ഗണേഷ് കുമാർ പുറത്തേക്ക് പോയതോടുകൂടി ഇനി വലിയ വില ഗണേഷിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം അധികാരം ഇപ്പോൾ കയ്യിലില്ല. മുൻപായിരുന്നെങ്കിൽ മന്ത്രി MLA എന്നൊക്കെയുള്ള വലിയൊരു പ്രിവിലേജ് ഉണ്ടായിരുന്നു. ആ പ്രിവിലേജിന്റെ പുറത്ത് കുറച്ചൊന്നുമല്ല മതിച്ചു പുളച്ചത്. അതിനെല്ലാത്തിനും കൂടിയുള്ള സമ്മാനമാണ് ഇപ്പോൾ താഴോട്ട് വന്ന് ഗണേഷ് കുമാർ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഉമ്മൻചാണ്ടിയോട് ചെയ്തതിനുള്ള കാലം നൽകുന്ന മറുപടിയാണ് എന്ന് ഗണേഷ് കുമാറിന് മറ്റൊരു വശത്തുകൂടി UDFിലെ ഉമ്മൻചാണ്ടി അനുകൂലികളുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനം നേരിടേണ്ടി വരുന്നത്. അതായത് അവർ പൂർണ്ണമായും ഗണേഷ് കുമാറിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, നീ എന്ന കള്ള നാണയമാണ് ആ മനുഷ്യനെ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കൊണ്ട് തള്ളിയിട്ടതെന്നും അതിനുള്ള മറുപടിയാണ് നീ ഇപ്പോൾ എണ്ണി എണ്ണി മേടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള മറുപടിയാണ് അവർ കൊടുക്കുന്നത്. എന്തായാലും ഗണേഷ് കുമാർ വലിയ പ്രതിസന്ധിയിലേക്ക് വന്ന് വീണിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.